യേശുവിൻ്റെ 12 ശിഷ്യരിൽ ഒരുവനാണ് യൂദാസ്. തിരഞ്ഞെടുക്കപ്പെട്ടവൻ, യേശുവിനോട് കൂടെയായിരുന്നവൻ. ഉപമകളിലൂടെയും അല്ലാതെയും യേശു പഠിപ്പിച്ച പാഠങ്ങൾ വിളിക്കപ്പെട്ട നാൾ മുതൽ കേട്ടു തഴമ്പിച്ച യൂദാസ്. അവസാനമായി അവൻ പഠിച്ച പാഠം വിശുദ്ധ കുർബാനയുടേതായിരുന്നു. എന്നാൽ അത് ഗ്രഹിക്കാൻ കഴിയാതെ ഗുരുവിന് വിശുദ്ധ കുർബാനയാകാൻ അവൻ തന്നെ ഒരു ഉപകരണമാകുകയായിരുന്നു. ഈ ഗ്രഹണശക്തിയില്ലായ്മ അനേകർക്കും ഒരു കെണിയായി തീരുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുന്നത് പോലെ ജെറുസലേം നിവാസികളും അവരുടെ അധികാരികളും അവനെ അറിയാതെയും എല്ലാ സാപത്തിലും വായിക്കുന്ന പ്രവാചക വചനങ്ങൾ ഗ്രഹിക്കാതെയും അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ആ വചനങ്ങൾ പൂർത്തിയാക്കി. അപ്പസ്തോല പ്രവർത്തനം 13:27. യൂദാസിനെ കുറിച്ചുള്ള പ്രവാചക വചനങ്ങൾ ഗ്രഹിക്കാൻ യൂദാസിന് കഴിഞ്ഞില്ല. അവൻ്റെ ഭവനം ശൂന്യമായി തീരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് തന്നെക്കുറിച്ചാണ് എന്ന് ഗ്രഹിക്കാൻ യൂദാസിന് സാധിച്ചില്ല. യേശു തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് പല പ്രാവശ്യം ശിഷ്യന്മാരോട് പ്രവചിച്ചിരുന്നെങ്കിലും അത് മനസ്സിലാക്കാൻ യൂദാസിന് കഴിഞ്ഞില്ല. വിശുദ്ധ കുർബാന സ്ഥാപന സമയത്തും ശരീരവും രക്തവും വിഭജിച്ച് നൽകുന്ന കാര്യം പറഞ്ഞിട്ടും യേശുവിനെ യഹൂദ നേതാക്കൾക്ക് ഒറ്റിക്കൊടുക്കുവാൻ ഉള്ളിൽ തീരുമാനിച്ചുറപ്പിച്ചിരുന്നിട്ടും യേശു അന്ത്യത്താഴ സമയത്ത് തൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ചിന്തിച്ച് തൻ്റെ ദുഷ്പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയേണ്ടതിന് ആ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ അവന് സാധിച്ചില്ല. സ്വന്തം ഗുരുവിനെ വഞ്ചനയിലൂടെ ഒറ്റിക്കൊടുക്കുവാൻ, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പ്രതീകം കൊണ്ട് തന്നെ കൊടും ക്രൂരതയുടെ അടയാളം ശത്രുക്കൾക്ക് നൽകുവാൻ യൂദാസിന് മനസ്സ് വന്നു. വചനത്തെ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വിധം സ്നേഹത്തിൻ്റെ കണിക പോലുമില്ലാതെ സ്നേഹചുംബനം നൽകുവാൻ മാത്രം നിഷ്ഠൂര ഹൃദയം അവനിൽ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? ധനമോഹം എന്ന വലിയ തിന്മയാണ് ഈ ക്രൂരകൃത്യത്തിലേക്ക് അവൻ്റെ ഹൃദയത്തെ രൂപപ്പെടുത്തിയത്. ധനമോഹമാണ് ശിഷ്യത്വത്തിൽ നിന്നും അവന് ലഭിക്കേണ്ടിയിരുന്ന സ്ലേഹ എന്ന സ്ഥാനത്ത് നിന്നും അവനെ അകറ്റിയത്. ജനിക്കാതിരുന്നിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു ജന്മത്തെ പഴിച്ച ഒരേ ഒരു വ്യക്തി യൂദാസാണ്. ആദ്യം വിശുദ്ധ കുർബാന സ്വീകരിച്ചയാൾ ഇരുട്ടിലേക്കാണ് നടന്ന് നീങ്ങിയതെങ്കിൽ ഉള്ളിൻ്റെ വിശുദ്ധി എത്ര പ്രാധാന്യത്തോടെ നാം വീക്ഷിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ശരീരത്തെ വിവേചിച്ചറിയാതെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യുന്നത് എന്ന് പറയുന്നത്. യൂദാസിനെ കുറിച്ച് ധ്യാനിക്കുകയല്ല വേണ്ടത്, എന്നിൽ ഒരു യൂദാസ് ഉണ്ടോ എന്ന് ധ്യാനിക്കുകയാണ് വേണ്ടത്. സ്നേഹത്തേക്കാൾ ഉപരിയായി ധനത്തിന് പ്രാധാന്യം കൊടുത്ത് ആവശ്യക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നുണ്ടെങ്കിൽ യൂദാസിൻ്റെ ഉള്ളിലെ ധനമോഹം നിന്നിലും നിലനിൽക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുകയും ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന നീ സഹോദരന് വേണ്ടി അല്പം മുറിയാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, അവരിന് ആവശ്യമായ ധനം, സമ്പത്ത്, സ്നേഹം, ജോലി, കൂലി ഇവ നൽകുവാൻ തയ്യാറാകാതെ സമ്പാദിച്ചു വയ്ക്കുവാൻ വ്യഗ്രത കാണിക്കുന്നവരാണെങ്കിൽ ഗുരുവിനെ ഒറ്റിക്കൊടുത്തും പണക്കിഴി വലുതാക്കാൻ ശ്രമിച്ച യൂദാസിനെ പോലെ നീയും കഠിന ഹൃദയനാകും. ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവവചനം എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എന്നോട് എന്താണ് പറയുന്നത് എന്ന് കേട്ട് പാലിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഞാനും നീയും തന്നെപ്പറ്റി സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടത് ഗ്രഹിക്കാൻ സാധിക്കാതെ വെള്ളിക്കാശിനു വേണ്ടി ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പുറപ്പെട്ട യൂദാസിന് തുല്യനാകും. ചിന്തിക്കാം.